അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്. ഹായ് എവ്രി വൺ, വെൽക്കം ടു നിഷ എഡ്യൂ ഹബ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ഷോർട്ട് ഫോമിൽ ULT എന്ന് പറയും. ഓൾറെഡി മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതിന് തൊട്ട് മുന്നിൽ വരുന്ന MLTക്ക് അതിനുശേഷം വരുന്നതാണ് ULT. പിന്നെ അത് കഴിഞ്ഞ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ഉണ്ട്. അപ്പം മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിനും റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ ഇടയിൽ വരുന്ന ഒരു മോഡറേറ്റ് ലെവലാണ് ഈ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. സോ മോഡറേറ്റ് ലെവൽ ഓഫ് തോട്ട്ഫുൾ ബിഹേവിയർ ആൻഡ് തോട്ട്ഫുൾ ടീച്ചിങ്. അതായത് തോട്ട്ഫുൾ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ നമ്മൾ പറഞ്ഞിരുന്നു മനഃപ്പാടമാക്കുക, അല്ലെ? ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളെ ലേണേഴ്സ് കാണാപ്പാഠം പഠിക്കുക, ആവശ്യമുള്ള സമയങ്ങളിൽ അത് ഓർത്തെടുത്ത് എഴുതുന്ന ഒരു രീതിയാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പം അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ തോട്ട്ഫുൾ ടീച്ചിങ് ആണ്. അതായത് വെറുതെ കാണാപ്പാഠം പഠിക്കുന്നതിനെക്കാട്ടിലുപരി ആ പഠിച്ച കാര്യങ്ങളെ കുറിച്ചിട്ട് അതിന്റെ പിന്നിലുള്ള ലോജിക്ക് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ഒന്ന് ഗ്രഹിച്ച് പഠിക്കുന്ന ഒരു രീതിയാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രീ റിക്വിസിറ്റ് ഫോർ ദ റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ് ലേണിംഗ് ദാറ്റ് റിക്വയേഴ്സ് യൂസ് ഓഫ് ഹയർ മെന്റൽ പ്രോസസ്സസ്. അതായത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ വേണ്ടുന്ന ഒരു പ്രീ റിക്വിസിറ്റ് ആണ്. അതായത് ഒരു മുൻ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു യോഗ്യത എന്നൊക്കെ പറയാം, അല്ലെ? അടുത്തൊരു ലെവലിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ ഒരു മുൻ വ്യവസ്ഥ ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു പ്രീ റിക്വിസിറ്റ് ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പം റിഫ്ലക്റ്റീവ് ലെവലിന് വേണ്ടിയിട്ട് അടുത്ത ഒരു ഘട്ടത്തിലോട്ട് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രീ റിക്വിസിറ്റ്, അതായത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ വേണ്ടുന്ന ഒരു മുൻ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു അടിസ്ഥാന യോഗ്യത എന്നൊക്കെ വേണമെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിനെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ പ്രീ റിക്വിസിറ്റ് ഫോർ ദ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ലേണിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ റിഫ്ലക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ അതിന് ഹയർ മെന്റൽ പ്രോസസ് ഒക്കെ ആവശ്യമാണ്. കാരണം കുറച്ചും കൂടി ഹയർ കൊഗ്നിറ്റീവ് പവർ ഒക്കെ വേണ്ടുന്ന ഒരു ലെവൽ ഓഫ് ടീച്ചിങ് ആണ് ഈ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു യോഗ്യത വരണ്ട, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു യോഗ്യത അല്ലെങ്കിൽ ഒരു മുൻ വ്യവസ്ഥ വേണം. ആ ഒരു പ്രീ റിക്വിസിറ്റ് ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പം മെമ്മറി ലെവലിന് ജസ്റ്റ് കാണാപ്പാഠം പഠിക്കുക. റിഫ്ലക്റ്റീവ് ലെവൽ വരുമ്പോഴത്തേക്ക് ഹയർ മെന്റൽ പ്രോസസ് ഒക്കെ ആവശ്യമാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു മോഡറേറ്റ് ലെവലാണ് ഈ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്. ആൻഡ് ടീച്ചിങ് ലേണിംഗ് അറ്റ് ദിസ് ലെവൽ എംഫസൈസസ് ദ കോംപ്രിഹെൻഷൻ ഓഫ് ദ മീനിങ്, ടു ഗ്രാസ്പ് ആൻഡ് ടു ഹാവ് നോളജ് ഓഫ്, ടു ഇന്റർപ്രറ്റ് ആൻഡ് ടു ഇൻഫർ. അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലെ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ദിസ് ലെവൽ ഇറ്റ് എംഫസൈസസ് ദ കോംപ്രിഹെൻഷൻ ഓഫ് ദ മീനിങ്. അതായത് അർത്ഥം ഗ്രഹിച്ചെടുക്കുക. കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണോ ആ പഠിക്കുന്ന കണ്ടന്റ് എന്താണോ അല്ലെങ്കിൽ സബ്ജക്ട് എന്താണോ ആ പഠിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചെടുക്കുക. ടു ഗ്രാസ്പ് എന്ന് പറഞ്ഞാൽ ക്യാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഗ്രഹിച്ചെടുക്കുക. ആൻഡ് ടു ഹാവ് നോളജ് ഓഫ്, അതിനെക്കുറിച്ച് നമ്മൾക്ക് അറിവ് സമ്പാദിക്കാം. ടു ഇന്റർപ്രറ്റ് ആൻഡ് ടു ഇൻഫർ, അല്ലെ? ടു ഇന്റർപ്രറ്റ്, അത് വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഇൻഫർ അല്ലെങ്കിൽ ആ പഠിച്ച കാര്യങ്ങളെ ഒന്ന് അനുമാനിക്കുക. ഇൻഫർ ചെയ്യുക അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കുക. അപ്പൊ ഇതെല്ലാം തന്നെ ഈ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ വരുന്നുണ്ട്. ഇനി ഔട്ട്കം ഓഫ് ടീച്ചിങ് ഈസ് മാസ്റ്ററി ഓഫ് സബ്ജക്ട് ആൻഡ് നോട്ട് മെമ്മറൈസേഷൻ ഓഫ് ഫാക്ട്സ്. ജസ്റ്റ് വസ്തുതകളെ മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ കാണാപ്പാഠം പഠിക്കുന്നതിനെക്കാട്ടിലുപരി അത് മനസ്സിലാക്കി ഏതാണോ ഫീൽഡ്, പഠിക്കുന്ന സബ്ജക്ട് അതിൽ ഹയർ എക്സ്പേർട്ടുകളായിട്ട് മാറുക. ആ ഒരു ലെവൽ, ആ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ മാസ്റ്റേഴ്സ് ആവുക. അതുകൊണ്ടാണ് മാസ്റ്ററി ഓഫ് സബ്ജക്ട്, നോട്ട് മെമ്മറൈസേഷൻ ഓഫ് ഫാക്ട്സ്. വെറുതെ ഇങ്ങനെ കാണാപ്പാഠം പഠിച്ച് ഓർത്തെടുക്കുന്നത് അല്ല അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. അതിന്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണോ, വസ്തുതകൾ എന്താണോ, അതിനെ ഗ്രഹിച്ച് മനസ്സിലാക്കി പഠിക്കുന്നതാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡെവലപ്സ് ഇന്റലക്ച്വൽ ബിഹേവിയർ, ദാറ്റ് മീൻസ് മെമ്മറി പ്ലസ് ഇൻസൈറ്റ്. അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ വഴി നമുക്ക് ഇന്റലക്ച്വൽ ബിഹേവിയർ ഡെവലപ്പ്, ഒരു ഭൗതികപരമായിട്ടുള്ള ഒരു സ്വഭാവം, അല്ലെ? നമുക്ക് കുറച്ചും കൂടി ചിന്താശേഷി വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുക. പറയുന്നത് എക്സാമ്പിള് യുക്തിസഹമായോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പെരുമാറ്റം, അങ്ങനെയൊക്കെ ഒരു ബിഹേവിയർ നമുക്ക് ഭൗതികപരമായിട്ടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ബുദ്ധിപരമായ സ്വഭാവം എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെ? അത്തരത്തില് ഒരു നേച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് മെമ്മറി പ്ലസ് ഇൻസൈറ്റ്. നമ്മളെ ഓർമ്മശക്തിയും ഉണ്ട്, അതുപോലെ തന്നെ ഉൾക്കാഴ്ചയും ഉണ്ട്. അതാണ് മെമ്മറി പ്ലസ് ഇൻസൈറ്റ്. അത് ഏതിലാണ് വരുന്നത്? അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്. ഇനി ഇറ്റ് അണ്ടർസ്റ്റാൻഡ് ജനറലൈസേഷൻ, പ്രിൻസിപ്പിൾസ് ആൻഡ് ഫാക്ട്സ്. അതായത് പൊതുവൽക്കരണം, ജനറലൈസേഷൻസ്, പ്രിൻസിപ്പിൾസും വസ്തുതകളും ഒക്കെ തന്നെയും
മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവാലുവേഷൻ മെയിൻലി ഇൻക്ലൂഡ്സ് ബോത്ത് എസ്എ ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഇവാലുവേഷൻ രീതി എന്ന് പറഞ്ഞാൽ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കും. ഈ സിമ്പിൾ ആയിട്ട് ഓർത്താൽ നമ്മളുടെ പഠിച്ചിട്ടുള്ള ഒരു രീതി അങ്ങ് ഓർത്താൽ മതി. ലോവർ ക്ലാസ്സസിൽ നമ്മളെ ടീച്ചർ പഠിപ്പിക്കുന്നു, നമ്മളത് കാണാപ്പാഠം പഠിക്കുന്നു. കുറച്ചും കൂടെ ഒന്ന് ഒരു ഹൈസ്കൂൾ +1 +2 ലെവലൊക്കെ എത്തുമ്പോൾ നമ്മൾ വെറുതെ കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന്റെ പിന്നിലുള്ള അർത്ഥം എന്താണ്, ആ ഒരു ലോജിക്ക് മനസ്സിലാക്കുക, അർത്ഥം ഗ്രഹിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി നമ്മൾ ഒരു PG ലെവൽ, ഒരു ഡിഗ്രി, PG അല്ലെങ്കിൽ PhD ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കൊഗ്നിറ്റീവ് പവർ അവിടെ വേണ്ടി വരും. ഒരു ഹയർ മെന്റൽ പ്രോസസ് ആണ് നമ്മൾക്ക് അവിടെ വേണ്ടുന്നത്. അതാണ് നമ്മളുടെ റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സസിൽ പറയും. അപ്പൊ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലെവൽസ് ഓഫ് ടീച്ചിങ് പിടികിട്ടും. ഓക്കെ, അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ മെയിൻ പ്രപ്പോണന്റ് എന്ന് പറയുന്നത് HC മൊറൈസൺ ആണ്. അതും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, സോ താങ്ക് യു.